സ്നേഹരാഗം ഭാഗം 35. ചന്ദ്രൻ കുറച്ചു സമയം ബോധക്ഷയമേറ്റവനെ പോലെയായി. ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല. ആകെയൊരു മരവിപ്പ്. നന്ദന ഇവിടെയുള്ളപ്പോഴാണ് ഈ വാർത്ത കേട്ടതെങ്കിൽ എന്ന് ഒരു നിമിഷം അയാൾ ആഗ്രഹിച്ചു. ഹലോ. ചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദവും കേൾക്കാത്തതുകൊണ്ട് തന്നെ നന്ദന കുറച്ചു ഉറക്കെ പറഞ്ഞു. അവളുടെ ശബ്ദം കാതിൽ വീണപ്പോൾ അയാൾ സ്വപ്നലോകത്തിലെന്ന പോലെ പിടഞ്ഞെണീറ്റു. എന്താ മോളെ? അയാൾ വിക്കി വിക്കി ചോദിച്ചു. ഞാൻ പറയുന്നതൊന്നും അച്ഛൻ കേൾക്കുന്നില്ലേ? അവൾ ചോദിച്ചു. മോൾ എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞതൊന്നും അയാൾ കേട്ടിരുന്നില്ല. അത് അച്ഛാ, ഞാൻ ഈ കാര്യം അച്ഛനോട് പറയണമെന്ന് കരുതിയല്ല, അറിയാതെ പറഞ്ഞു പോയതാണ്, അവൾ പറഞ്ഞു. നീ പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ഞാൻ സ്വപ്നം കണ്ടു. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദന വല്ലാതെയായി. എൻ്റെ മനസ്സിൽ അച്ഛനെ മാത്രം ഇതറിയിക്കണമെന്നുണ്ടായിരുന്നു. അത് അവൾ പറയുമ്പോൾ ചന്ദ്രനോടുള്ള സ്നേഹം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അവിടെ വേറെ ആരും ഇതറിയണം എന്നെനിക്കാഗ്രഹമില്ല. അവൾ അത് പറയുമ്പോൾ സ്വരം നന്നെ നേർത്തുപോയി. അവളുടെ അവസ്ഥ അയാൾ ഉൾക്കൊണ്ടു. അതിൽ കൂടുതലൊന്നും പറയാൻ അവൾക്കായില്ല. അയാൾക്കും തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു. ഇനിയും വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കോൾ അവസാനിപ്പിച്ചു. എന്താണിത്ര കാര്യമായി അവൾക്ക് നിങ്ങളോട് പറയാനുള്ളത്? പ്രഭാവതി ഈർഷ്യയിൽ ചോദിച്ചു. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താണത്? അവർ വീണ്ടും ചോദിച്ചു. എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ അയാൾ തയ്യാറല്ലായിരുന്നു. പ്രഭാവതി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമെന്നും അവർ കാരണമാണ് നന്ദനയ്ക്ക് ഇവിടെ നിന്നും പോകേണ്ടി വന്നത് എന്നും അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നന്ദു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അയാൾ പ്രഭാവതിയോട് പറഞ്ഞില്ല. എങ്ങനെയെങ്കിലും ആ കുരുക്കിൽ നിന്നും നന്ദനയെ രക്ഷിക്കണം എന്നയാൾ മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പ്രഭാവതിയുടെ പരിഹാസ ചുവയുള്ള ചോദ്യങ്ങൾക്കൊന്നും അയാൾ മറുപടി പറയാൻ നിന്നില്ല. ചന്ദ്രനോട് ഉള്ളു തുറന്ന് സംസാരിച്ചപ്പോൾ നന്ദനയ്ക്ക് മനസ്സിൽ കുറേ ആശ്വാസം കിട്ടി. അവളുടെ ഉള്ളിൽ കുരുങ്ങിക്കിടന്നിരുന്ന കുറേ വേദനകൾക്ക് ഒരാശ്വാസം ലഭിച്ചു. ഫോണും കയ്യിൽ പിടിച്ച് അവൾ കസേരയിൽ വന്നിരുന്നു. കണ്ണിൽ ഒരിറ്റു കണ്ണുനീർ വന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. കൃഷ്ണനും ജാനുവും വരുമ്പോൾ ഉമ്മറത്ത് തന്നെ ദേവൻ അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ ഉമ്മറത്തേക്ക് കയറി. കൃഷ്ണൻ കസേരയിലേക്ക് ചാരിയിരുന്നു. ജാനുവിൻ്റെയും കൃഷ്ണൻ്റെയും മുഖം കണ്ടപ്പോൾ ദേവന് അതത്ര സുഖകരമായി തോന്നിയില്ല. അവരുടെ മുഖത്ത് വേണ്ടത്ര തെളിച്ചമില്ലായിരുന്നു. അതവന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. പോയിട്ട് എന്തായി? അവർ ഇങ്ങോട്ടൊന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ദേവൻ ചോദിച്ചു. നീ അവളെ മറക്കണം, അത് ശരിയാവില്ല, കൃഷ്ണൻ പറഞ്ഞു. എന്തു പറ്റി അച്ഛാ? അനിതേച്ചി എന്തെങ്കിലും പറഞ്ഞോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അനിതയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. പറഞ്ഞത് മുഴുവൻ നന്ദുവാ. അയാൾ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ദേവനോട് പറഞ്ഞു. കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ തളർന്നിരുന്നു പോയി. എന്താകും നന്ദന അങ്ങനെ പറയാൻ കാരണം എന്നവൻ ചിന്തിച്ചു. അവൻ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ദേവൻ്റെ ആകെ തകർന്നുള്ള ആ പോക്ക് കണ്ടപ്പോൾ ജാനുവിൻ്റെ മിഴികൾ നിറഞ്ഞു. തൻ്റെ മോൻ അത്രയും ആഴത്തിൽ നന്ദനയെ ആഗ്രഹിച്ചിരുന്നു എന്നവർക്ക് മനസ്സിലായി. മുറിയിൽ ചെന്നതും ദേവൻ ബെഡിലേക്കിരുന്നു. അവൻ്റെ മനസ്സിൽ എത്ര വേണ്ടെന്ന് വെക്കും തോറും തെളിഞ്ഞു വന്നത് നന്ദനയുടെ മുഖം മാത്രമായിരുന്നു. അവൻ അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആളല്ല. ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങും. പാടത്ത് കളിക്കുന്ന ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം പോയിരുന്ന് ആസ്വദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈയിടെയായി ഒന്നിനും മനസ്സ് നിൽക്കുന്നില്ല. ഒരു നിമിഷത്തിൽ തൻ്റെ മനസ്സ് തന്നിൽ നിന്നും കൈവിട്ടു പോകുമോ എന്നുകൂടി അവൻ ഭയപ്പെട്ടു. എന്തു തന്നെ വന്നാലും നന്ദനയെ ഒരിക്കൽ കൂടി നേരിൽ കാണാൻ അവൻ തീരുമാനിച്ചു. വയൽവരമ്പുകളുടെ അതിർവരമ്പിലെ തെങ്ങുകളുടെ ഇടയിലൂടെ സൂര്യൻ്റെ ഇളം വെയിലിൻ്റെ വെളിച്ചം മുഖത്തടിക്കുന്നു. വൈകുന്നേരം വയലിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സൂര്യനെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. വയൽവരമ്പിലേക്ക് മുഴുവൻ വെളിച്ചം വീശുന്നത് താനാണെന്ന ഗമയിലാണ് മൂപ്പരുടെ നിൽപ്പ്. ദേവൻ പാടവരമ്പിലൂടെ നന്ദനയുടെ വീട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. വയലിൻ്റെ ഒരു ഭാഗം ഫുട്ബോൾ കളിക്കാർ കൈയടക്കിയിരിക്കുന്നു. ദേവന് ഒന്നിനും ശ്രദ്ധയില്ല. കളിക്കാരുടെ കൂക്കിയാർക്കലിനിടയിലൂടെ അവൻ നടന്നു നീങ്ങി. ദേവൻ കയറി ചെല്ലുമ്പോൾ നന്ദന മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. പുറത്തുള്ള കിളികളെയും മയിലിനെയും കണ്ട് അവരോട് കിന്നാരം പറയുകയാണെന്ന് തോന്നി അവളുടെ നിൽപ്പ് കണ്ടിട്ട്. അനിത ദേവനെ കണ്ട് ഒന്നമ്പരന്നു. ഇന്നലെയല്ലേ കൃഷ്ണനും ജാനുവും കൂടി വന്നു പോയത്? ഇന്നിനി എന്താണാവോ? അനിതയുടെ ചിന്തകൾ കാടുകയറി.
നീതു കയ്യിലെ പാത്രത്തിൽ നിന്നും എന്തോ വായിലിട്ട് കൊറിച്ചു കൊണ്ടിരിക്കുന്നു. ദേവേട്ടൻ ഈ വഴിയൊക്കെ മറന്നോ? അവൾ ചോദിച്ചു. അല്ലെങ്കിൽ എപ്പോഴും പാടവരമ്പിലും വീടിനു വെളിയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പതിവാണല്ലോ, അവൾ കളിയാക്കി ചോദിച്ചു. നീതു, നീ മിണ്ടാതിരുന്നേ. ആരോടെ എന്താ പറയാന്ന് ഒരു ബോധവും ഈ പെണ്ണിനില്ല, അനിത താക്കീത് നൽകി. നന്ദന അവരുടെ സംസാരം കേട്ട് മിണ്ടാതെ നിന്നു. ദേവൻ വാ, കയറിയിരിക്ക്, അനിത ആതിഥ്യ മര്യാദ കൈവിടാതെ പറഞ്ഞു. ഇല്ല, കയറുന്നില്ല. ഞാൻ നന്ദുവിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, അവൻ പറഞ്ഞപ്പോൾ നന്ദന അസ്വസ്ഥയായി. ഇനി ഇന്നലെ കൃഷ്ണനും ജാനവും പറഞ്ഞതിൻ്റെ ബാക്കിയായിരിക്കുമോ ദേവന് പറയാനുള്ളത്? നന്ദന പേടിച്ചു. എനിക്ക് ഇനി ആരോടും സംസാരിക്കണമെന്നില്ല, നന്ദന എങ്ങും തൊടാതെ പറഞ്ഞു. എനിക്ക് സംസാരിച്ചേ പറ്റൂ, അത് നന്ദു കേൾക്കുകയും വേണം. അവൻ്റെ എന്തോ തീരുമാനിപ്പിച്ചുറച്ചു പോലെയുള്ള ആ സംസാരം നന്ദനയ്ക്ക് തട്ടിക്കളയാനായില്ല. അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു. നീതുമോൾ അകത്തേക്ക് കയറിപ്പോയി. അനിതയും അവർ സംസാരിക്കട്ടെ എന്ന് കരുതി കളമൊഴിഞ്ഞു. ദേവൻ നന്ദുവിൻ്റെ അരികിലായി വന്നു നിന്നു. നന്ദു, ഞാൻ സീരിയസ് ആയാണ് സംസാരിക്കുന്നത്. അതിനെ നീ അതുപോലെ തന്നെ ഗൗരവമായി കാണണം, ദേവൻ മുഖവുരയായി പറഞ്ഞു. ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നോട് പറഞ്ഞ് തഴമ്പിച്ച കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് നന്ദു കളിയായാണ് എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അച്ഛനെയും അമ്മയെയും വിട്ടത്. അപ്പോഴാണ് നീ കളിയായല്ല പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായത്. ഓരോ വാക്കും എണ്ണിത്തിട്ടപ്പെടുത്തിയതുപോലെയാണ് ദേവൻ പറഞ്ഞത്. അവൻ ചെറുതായൊന്ന് കിതക്കുന്നുണ്ടായിരുന്നു. നന്ദനയ്ക്ക് ദേവനിൽ നിന്ന് ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി. ദേവേട്ടൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ദേവേട്ടൻ അതുപോലെ തന്നെ ഉൾക്കൊള്ളണം, അവൾ പറഞ്ഞു. ദേവൻ എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ചിന്തിച്ചത്. എന്താണെന്നറിയാൻ അവൻ കാതുകൾ കൂർപ്പിച്ചു. ദേവേട്ട, എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗർഭിണിയാണ്, അവൾ പതിയെ പറഞ്ഞു. നന്ദു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾ പറയുന്നത് മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ദേവേട്ട. ദേവേട്ടനിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് ഇങ്ങനെയൊരു നുണ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ദേവേട്ടൻ ഇതറിയും, അവൾ പറഞ്ഞു. നിനക്ക് എൻ്റെ ആലോചന തട്ടിക്കളയാം, അതിന് നീ സ്വയം കുരുതി കൊടുക്കേണ്ട, അവൻ പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. ഞാൻ വിശ്വസിക്കുന്ന ഭഗവതിയാണേ സത്യം. ഞാൻ പറഞ്ഞത് നുണയല്ല. അത് മാത്രമേ ദേവേട്ടൻ എനിക്കായി നീട്ടിയ ഈ ജീവിതത്തിന് എനിക്ക് പറയാനുള്ളത്. ദേവനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് ആശ്വാസം തോന്നി. ദേവൻ അവൾ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അവളെ തന്നെ തുറിച്ചു നോക്കി. അവന് ഒരു നിമിഷം അവൾ തന്നോട് കളവ് പറഞ്ഞതാണോ എന്ന് പോലും അവൻ സംശയിച്ചു. എനിക്ക് ദേവേട്ടൻ്റെ അമ്മയും അച്ഛനും വന്നപ്പോൾ ഇത് പറയാൻ കഴിയില്ല. അതിനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോയില്ല. അവൾ പറഞ്ഞതൊന്നും അവന് മനസ്സിലായില്ല. അവൻ്റെ കാതുകൾ കൊട്ടിയടച്ചു. ദേവേട്ട, അവൾ വിളിച്ചപ്പോൾ അയാൾ ഞെട്ടിയുണർന്നു. ഞാൻ ഇറങ്ങുകയാണ്. അവൾ ഇനി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ അവൻ നടന്നകന്നു. അവനോട് ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നാണ് അവൾക്ക് ആദ്യം തോന്നിയത്. പിന്നെ പറഞ്ഞത് നന്നായി എന്നും അവൾക്ക് തോന്നി. ദേവൻ നടന്നകലുന്നതും നോക്കി അവൾ മുറ്റത്തു തന്നെ നിന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ താൻ നൊമ്പരം മാത്രമാണ് നൽകുന്നത് എന്നവൾക്ക് തോന്നി. അവൻ പോയോ? ചോദ്യം കേട്ട് തലതിരിച്ചു നോക്കിയപ്പോൾ കയ്യിൽ ചായയുമായി അമ്മ നിൽക്കുന്നു. പോയി, അവൾ പറഞ്ഞു. നിന്റെ മുഖമെന്താ വല്ലാതെ? എല്ലാം നീ ദേവനോട് പറഞ്ഞോ? അനിത ചോദിച്ചു. അമ്മേ, അവൾ പറഞ്ഞു. നന്നായി മോളെ, നിന്നെ അവൻ സ്നേഹിച്ചിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. നിന്റെ മനസ്സിലും അങ്ങനെ ഒരു മോഹമുണ്ടായിരുന്നല്ലേ? ഒന്നും ഞാൻ അറിഞ്ഞില്ല. എല്ലാം ദൈവനിശ്ചയമാകും. എന്തുകൊണ്ടും നമുക്ക് സ്വപ്നം കൂടി കാണാൻ പറ്റാത്ത ബന്ധമായിരുന്നു അർജുൻ്റേത്. എൻ്റെ മോൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം ജീവിതത്തിൽ കിട്ടി എന്ന് അമ്മ വിചാരിച്ചു. എന്നാൽ എല്ലാം വെറുതെയായി. അനിതയുടെ വാക്കുകളിൽ നഷ്ടബോധത്തിൻ്റെ വിങ്ങലുകളുണ്ടായിരുന്നു. നീതു കോളേജിൽ നിന്നും വരുമ്പോഴേക്ക് ചായയും പഴംപൊരിയും റെഡിയാക്കിയിട്ടുണ്ട് നന്ദന. നീതുവിന് ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ്. നീതു ഉമ്മറത്തേക്ക് കയറിയപ്പോൾ നന്ദന ഹാളിൽ തന്നെ നിൽപ്പുണ്ട്. ചേച്ചിക്ക് ഇത്തിരി വയർ കൂടിയിട്ടുണ്ട് എന്നവൾക്ക് തോന്നി. നന്ദന കുറച്ചൊക്കെ ധൈര്യശാലിയായതുപോലെ അവൾക്ക് തോന്നാറുണ്ട്. നല്ല ബോൾഡായിട്ടുണ്ടെന്നും. നീ വന്നോ? നിന്നെ കാത്തിരിക്കുകയായിരുന്നു. വേഗം കുളിച്ചിട്ട് വാ, ചായ എടുത്തു വെക്കാം, അവൾ പറഞ്ഞു. ഓക്കെ ചേച്ചി, 5 മിനിറ്റ്, അവൾ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി.
അവൾ കുളിച്ചു വന്നപ്പോഴേക്കും ചായയും പഴംപൊരിയും ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ച് കഴിക്കാനിരുന്നു. അനിത കടയിലായിരുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നീതു എണീറ്റു. ചേച്ചി ഇരുന്നോ, ഞാൻ നോക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കും, അവൾ പറഞ്ഞു. അതും പറഞ്ഞ് നീതു ചെന്ന് വാതിൽ തുറന്നു. ആരാടി മോളെ, നന്ദന വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞില്ല. ചേച്ചി ഇതേ ആരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ, നീതു പറയുന്നത് കേട്ട് നന്ദന പതിയെ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് എത്തി. അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ അത്ഭുതപ്പെട്ടുപോയി. ആ ആളിനെ ഒരിക്കലും അവൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആരായിരിക്കും നന്ദനയെ തേടിയെത്തിയ ആ അതിഥി എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം തുടരും.